ഒരു ഗ്രാമം അതിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഫുട്ബോളിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണാൻ വേറെ എവിടെയും പോകണ്ട. ബ്രസീലിൽ രണ്ട് സുന്ദരിമാര്, അപ്പുറം ഒരാള് ഇപ്പുറം ഒരാള്. നമ്മൾ നോക്കി അത് ആരാണെന്നൊക്കെ ഉത്തരച്ച് അടിപൊളിയായിരുന്നു. നിങ്ങളെ ടീമായല്ലോ അല്ലെ. ഈ അർജന്റീനയുടെ ജേഴ്സിയും പോർച്ചുഗലിന്റെ കളിക്കാരനായിട്ട് ഒരാളുണ്ടല്ലോ. അത് നമ്മള് ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. Co-powered by Rujupura Seafood Hub, Sultan Bathery. Co-powered by Manikam Designer Jewelry. വയനാട് വിഷൻ ചാനൽ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രീ കിക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഏറ്റവും ആവേശകരമായ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു ഘോഷയാത്രയൊക്കെയായിട്ട് വന്നു. ഒരു ഗ്രാമം അതിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഫുട്ബോളിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണാൻ വേറെ എവിടെയും പോകണ്ട. അത്ര മനോഹരമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. മുണ്ടക്കൊല്ലി സാനു മാസ്റ്റർ ആൻഡ് ചാലഞ്ചേഴ്സ് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അത്രയും സാനു മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി, അദ്ദേഹം ഇതിനൊരു വലിയ പ്രവർത്തകനായിരുന്നു. അതേപോലെ ലൈബ്രറി സ്ഥാപിക്കുന്നതിലൊക്കെ വളരെ മുൻപിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കൂടിയുള്ള ഒരു സംഘടിത ടീമാണ് ഇവരെല്ലാവരും. ഇവിടെ നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് ഇത്രയും ഒരു പൊളി വൈബ് നമുക്ക് എവിടെ കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ കണ്ടില്ല, ഇത്രയും ഒരു വൈബ് നമ്മൾ ഈ ഒരു ഫ്രീ കിക്കുമായിട്ട് നമ്മൾ ഇത്രയും ജില്ല മുഴുവൻ സഞ്ചരിച്ചിട്ട് ഈ ഒരു വൈബ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു നാട് മുഴുവൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. നമ്മളെ വെയിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഒരു വലിയ കളർഫുൾ എന്റർടൈൻമെന്റ് തന്നെയാണ് ഇവരിവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വേൾഡ് കപ്പിനോടനുബന്ധിച്ചിട്ട് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ നമ്മളുടെ 1000 വയനാട് വിഷന്റെ 1000 സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഫ്രീ കിക്ക് ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല, കുറച്ച് സമ്മാനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നമുക്ക് നൽകുന്നത് രുചിപുര സീഫുഡ് ഹബ്ബ്, അറബി കോളേജ് റോഡ്, സുൽത്താൻ ബത്തേരി. ഒപ്പം നമ്മുടെ മാണിക്യം ഡിസൈനർ ജ്വല്ലറി, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, അതോടൊപ്പം തന്നെ ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. ഇവരെല്ലാവരുമാണ് നമുക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് പറയണ റാഷിക. നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഫ്ലക്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കുടുംബമായിട്ടൊന്നും ഫ്ലക്സ് കണ്ടിട്ടില്ല. ഇവിടെ കുടുംബ ഫ്ലക്സ് ഒക്കെ ഉണ്ട്. സ്പെയിനിലാണ് കുടുംബ ഫ്ലക്സ്. പിന്നെ ബ്രസീലിൽ രണ്ട് സുന്ദരിമാര്, അപ്പുറം ഒരാള് ഇപ്പുറം ഒരാള്. നമ്മൾ നോക്കി അത് ആരാണെന്നൊക്കെ. അർജന്റീനയിൽ പിന്നെ അതൊന്നും ഇല്ലെങ്കിലും ബാറ്റിസ്റ്റൂട്ട് ഉണ്ട്, ബാറ്റി ഗോൾ, ബാറ്റിനെ കണ്ടാൽ തന്നെ മതി. പോർച്ചുഗൽ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇവിടെ വേറെ ബ്രസീലും ഉണ്ട്. ഇവിടെ വേറെ സെക്ഷനാണ്. കണ്ട ഒരു ഇഷ്ടപ്പെട്ട ഒരു വാചകം എന്താണ്, സിംഹം ഒന്ന് ഉറങ്ങി എന്ന് കരുതിയിട്ട് കാടൊരിക്കലും കുറുക്കൻ്റെതാവില്ല എന്നൊരു ഡയലോഗ് ഞാൻ അവിടെ കണ്ടു. അല്ല, അത് എന്തിന്റെ പേരിലായാലും രസകരമായ ഒരു ഡയലോഗ്. കാരണം നമ്മളുള്ളത് ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. നമ്മുടെ പഴൂര്, മുണ്ടക്കൊല്ലി എന്നൊക്കെ പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. അപ്പൊ അവിടെ ആ കുറുക്കനെ സിംഹത്തെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവം വേറെ എവിടെയും ഞാൻ കണ്ടില്ല അങ്ങനെ. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും നമ്മുടെ ഒരു പോസ്റ്റ് റെഡിയാണ്. ഷൂട്ട് ഔട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ 5 പേര് വീതമുള്ള 3 ടീംസ് ആയിട്ടാണ്. 5 കുട്ടികൾ, 5 സ്ത്രീകള്, 5 മുതിർന്ന ആളുകൾ, ചങ്കുകൾ. പുരുഷന്മാരുടെ സൈഡിൽ നിന്നും ലേഡീസിന്റെ സൈഡിൽ നിന്നും ഒരു 5 ടീമുകൾ വരും. നമ്മൾ ഷൂട്ട് ഔട്ടിലേക്ക് പോവാണ്. ഒന്ന് ആവേശമാക്കി അടിച്ചു പൊളിക്കാൻ പോണു. ഓക്കെ, അപ്പൊ അവർക്ക് സമ്മാനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഷൂട്ട് ഔട്ടിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം 5 കുട്ടികളാണ് ഷൂട്ട് ഔട്ടിൽ പങ്കെടുത്തത്. അവരെടുത്ത കിക്കുകളില് ഇദ്ദേഹമാണ് 2 കിക്ക് ഗോൾ പോസ്റ്റിലേക്ക് കറക്റ്റ് ആയിട്ട് തൊടുത്തോട്ട്. അർജന്റീനയാണോ ടീം? അപ്പൊ ഈ ജേഴ്സിയോ? ജേഴ്സി അർജന്റീന. ഇവൻ പോർച്ചുഗലാണ് കേട്ടോ. ആള് പോർച്ചുഗലാണ്, ജേഴ്സി അർജന്റീനയാണ്. അപ്പൊ ഞാൻ ശശിയായി. അപ്പൊ
ഉത്തരജ് അടിപൊളിയായിരുന്നു നിങ്ങളെ ടീമായല്ലോ അല്ലെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉത്തരജാണ് ഇപ്പൊ അടിച്ചിട്ടുള്ളത്. ജേഴ്സി ഇട്ടേ നോക്കണ്ട, പോർച്ചുഗലാണ്. പോർച്ചുഗൽ. ഇനി നമ്മള് അടുത്ത ടീമില് അല്ല, അങ്ങനെയാണെങ്കിൽ ഇയാള് പോയി കളിക്കട്ടെ. ഗോൾ അടിക്കാൻ പറ്റുന്ന ആളാണ് ഇയാൾ പോയിട്ട് കളിക്കട്ടെ. പേരൊന്ന് പറയണ്ടേ? പൂജ. അടിപൊളിയായിട്ട്. പൂജ അർജന്റീന. ഈ പൂജയുടെ ഫോട്ടോ ഒന്നല്ലല്ലോ അവിടെ ഉള്ളത്? അർജന്റീനയിലാണ് അല്ലേ? പൂജ അർജന്റീനയാണ്. അപ്പൊ ഈ ടെൻഷനിൽ ഗോൾ അടിക്കുകയാണ് ഇയാളെ കളിക്കാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ടെൻഷനിൽ സാധാരണ കളിക്കാർക്ക് ഗോൾ അടിക്കാൻ പറ്റാറില്ല. ഇത് ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് പൂജ നിന്ന് കണ്ടോ നിങ്ങള്? ഈശ്വര, ഇത് എനിക്ക് തന്നെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഗോൾ ആയിരുന്നു. ഏതായാലും പൂജ, കൺഗ്രാചുലേഷൻ. അപ്പൊ നമുക്ക് ആളുണ്ടെന്ന് മനസ്സിലായില്ലേ? അർജന്റീനയാണ്. നോ പ്രോബ്ലം. ഇനി വരുന്നു നമ്മുടെ മുതിർന്ന ചേട്ടന്മാര്. 5 പേര്. ഒരു കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്. 5 പേര്. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി. ഓക്കെ, അപ്പൊ നമ്മുടെ ഷൂട്ടൌട്ട് മത്സരം വളരെ ഗംഭീരമായിട്ട് നടന്നു. അതില് വിജയികളായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ വനിതാ വിഭാഗത്തില് പൂജയാണ്, കുട്ടികളുടെ സെക്ഷനിൽ ഉത്തരജാണ് ആൻഡ് ബിനോജ് അല്ലേ? ബിജോഷ്. ഇവര് 3 പേരാണ് വിജയിയായിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഉത്തരജിന് സമ്മാനം കൊടുക്കാം അല്ലെ? ഓക്കെ, നമ്മള് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകുന്ന ഒരു സമ്മാനം ആദ്യം നമ്മുടെ ഉത്തരജിനാണ്. കൊടുത്തോളൂ. ഉത്തരജിന് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകുന്ന സമ്മാനം. രുചിപുര സീ ഫുഡ് ഹബ്ബ്, അറബി കോളേജ് റോഡ്, സുൽത്താൻ ബത്തേരി, അവർ നൽകുന്ന ഒരു സമ്മാനം നമ്മളെ ഉത്തരജിന്. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത ആൾക്ക്, ഇനി ബിജോഷിനാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സമ്മാനം. നമ്മുടെ സ്വന്തം റിപ്പോർട്ടർ ഷാജിയാണ് കൊടുക്കുന്നത്. ഓക്കെ, വയനാട് ഡിവിഷന്റെ ഒരു ടീഷർട്ട്. ഓക്കെ, ഇനി നമ്മുടെ ടെൻഷനിൽ ഗോൾ അടിച്ച ഒരാൾക്ക് ആദ്യമായിട്ടാണ് സമ്മാനം കൊടുക്കുന്നത്. കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകുന്ന ഒരു സമ്മാനം. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, അവർ നൽകുന്ന ഒരു സമ്മാനം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കും. ഏതായാലും അതിഗംഭീരമായ ഒരു സ്വീകരണമാണ് വയനാട് വിഷൻ ചാനൽ ഒപ്പം കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രീ കിക്കിന് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മുടെ മുണ്ടക്കൊല്ലി, സ്വന്തം മുണ്ടക്കൊല്ലി. മറക്കില്ല അല്ലേ? മറക്കാത്തൊരു ഇനി ഇവരോട് കുറച്ച് 2-3 ചോദ്യങ്ങൾ ചോദിച്ച് ചെറിയ സമ്മാനങ്ങൾ കൂടി നമുക്ക് കൊടുക്കാം. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്. അറിയാവുന്ന ആളുകൾ കൈ പൊക്കണം. വിളിച്ചു എല്ലാവരും കൂടി പറയുമ്പോ നമുക്ക് അറിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ എത്ര ടീമുകൾ ഇതുവരെ കപ്പടിച്ചിട്ടുണ്ട്? വേൾഡ് കപ്പ് ചരിത്രത്തിൽ എത്ര ടീമുകൾ? 50. സാർ പറയൂ. സാർ കൈ. 8 ടീമുകൾ. 8 ടീമുകൾ. റൈറ്റ് ആൻസർ. ഒരു നല്ല കൈ. സാർ പേരെന്താണ്? സജി വർഗീസ്. ഏത് ടീമാ സാറ്? ഞാൻ നെതർലാൻഡ്. കാലമായിട്ട് ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ, ഞാൻ ചെറുപ്പം മുതൽ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. കാലം മുതൽ വേൾഡ് കപ്പിൽ ഹോളണ്ടിൽ ബ്രദേഴ്സ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങിയ കാലം തൊട്ട് ഫുട്ബോളിന്റെ കളിക്കാരൻ. അത് ശരി. അപ്പൊ പഴയകാല കളിക്കാരൻ ഫുട്ബോൾ കണ്ടിട്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സമ്മാനം സാറിന് ഞാൻ നൽകുകയാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ സമ്മാനമാണ്. അപ്പൊ അതോടൊപ്പം ഏത് ടീമാ മോനെ വിജയിക്കുക? അർജന്റീന. ഈ അർജന്റീനയുടെ ജേഴ്സിയും പോർച്ചുഗലിന്റെ കളിക്കാരനായിട്ട് ഒരാളുണ്ടല്ലോ. ഉത്തരജ് ഏത് ടീം കപ്പടിക്കും? അങ്ങോട്ട് നോക്കിട്ട് അങ്ങോട്ട് പറയാം. പോർച്ചുഗൽ. പിന്നെ പുള്ളീന്റെ വേറൊരു കാര്യമുണ്ട്. പുള്ളീനെ കാണുമ്പോ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ?
നമ്മള് രാജസേനല്ലേ അത് റെഡിയാണ്. ഇവിടെ ചോദിക്കാൻ ഇവിടെ ലേഡീസ് പൂജ പറയണല്ലേ? അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട്, ജർമ്മനി. ഫൈനൽ ആരൊക്കെ കളിക്കും? അർജന്റീന, സ്പെയിനും. അർജന്റീന ജയിക്കും. അർജന്റീനയ്ക്കാണെന്നാണ് പറയുന്നത്. ഇവിടെ ആളുകളുണ്ട്. 4 ടീമുകളെ പ്രവേശിച്ച് 4 ടീം പറഞ്ഞേ. അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ. സെമി കളിക്കുന്നതാണ് പറയുന്നത്. ഫൈനൽ അർജന്റീനയും പോർച്ചുഗലും. കപ്പ് അടിക്കും. ഏത് ടീമാണ് നമ്മള്? അർജന്റീനയാണ്. അടിക്കോ കപ്പ്? ഫൈനൽ ആരൊക്കെ കളിക്കും? അർജന്റീനയും പോർച്ചുഗലും. ഏത് ടീമാ? ആരും പറയില്ല. പോർച്ചുഗലാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് ധനേഷ് അടുത്തൊരു ചോദ്യം ചോദിക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു ചോദ്യം നിങ്ങൾ അറിയുമ്പോ വേഗം ഉത്തരം പറയണം. ഈ ലോകകപ്പില് 3 ഹാട്രിക്കുകളാണ് ഇതുവരെ പിറന്നത്. മീൻസ് നമ്മൾ ഇവിടെ എത്തിയത് വരെ പിറന്നത് 3 ഹാട്രിക്. ചേട്ടനെ അതിന് കൈപ്പൊക്കി. അതിൽ കാനഡന്റെ ഒരു താരം ഹാട്രിക് അടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേരെന്താണ്? ചേട്ടൻ കൈപ്പൊക്കിയല്ലേ? പറയേ. കാനഡയുടെ ഒരു താരം ഹാട്രിക് അടിച്ച്. എടാ ഗൂഗിൾ നോക്കി പറയല്ലേ. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. അത് വിട്ട് അതെ, ഗൂഗിളൊക്കെ ഒഴിവാക്കിയിട്ട് അതല്ലാതെ പറയേ. കിട്ടിയോ ആർക്കെങ്കിലും? ഇല്ല. ആ ചോദ്യം നമ്മൾ മായ്ച്ചു. അല്ല, എന്നാ വേറൊന്ന് ചോദിക്കാം. അതെ, അർജന്റീനക്കാരെന്ന് കൈപ്പൊക്കി നോക്കട്ടെ. ബ്രസീലുകാര്. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയുള്ള ചോദ്യമാണ്. അർജന്റീനയും ബ്രസീലും ലോകകപ്പിലല്ല, അതല്ലാതെ തന്നെ അർജന്റീനയും ബ്രസീലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ഏത് ടീമാണ് വിജയിച്ചത്? എത്രയായിരുന്നു സ്കോർ എന്നുള്ളതുകൂടി പറയും. സ്കോർ 2-1 ടീമായിരിക്കുമല്ലോ എന്തായാലും. അതിലെ സ്കോർ പറയും. സ്കോർ 2-1 ആര് അർജന്റീന 2-0. അർജന്റീന 2-0 അല്ല. ബ്രസീലുകാര് പറയും 3-1 ബ്രസീല് അല്ല. എന്നാ ചോദ്യം വായിച്ച് പ്രേക്ഷകര് പറയും. പ്രേക്ഷകര് പറയും. അപ്പൊ ഇനി അടുത്തൊരു സിമ്പിൾ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഈ വേൾഡ് കപ്പ് എത്രാമത് വേൾഡ് കപ്പാണ്? എത്രാമത്തെ വേൾഡ് കപ്പാണ് ഇപ്പൊ നടക്കുന്നത്? ഇവിടെ പറയും. ഇവിടെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ വയനാട് വിഷൻ ചാനലിന്റെ ഒരു ജേഴ്സിയാണ്. ഒപ്പം ഒരു കപ്പും കൊടുക്കാം കേട്ടോ. അപ്പൊ അത് മാത്രമായിട്ട് ലേഡിക്ക് കൊടുത്തിട്ട് ഇനി വീട്ടില് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഒരു സമ്മാനം. അത് PSC കാരിയാണ്. അവരത് പഠിച്ചല്ലോ. ഒരു ചോദ്യം കൂടി. നമ്മുടെ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഈ കളിയിൽ ആദ്യത്തെ കളി ഏതൊക്കെ ടീമുകൾ തമ്മിലായിരുന്നു? കൈവക്കിയ ഈ വേൾഡ് കപ്പില് ആരാ പറയാ? മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക. കൺഗ്രാറ്റുലേഷൻസ്. ഒരു സമ്മാനം. ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, പേടിച്ചാണ് പറഞ്ഞത്. അപ്പോ എല്ലാവർക്കും സന്തോഷം. നമ്മള് ഇവിടെ നിന്ന് യാത്ര പോകേണ്ട ഒരു സമയമായി. ഏതായാലും ഈ ഒരു മൊമെന്റ് നമുക്ക് സമ്മാനിച്ച സാനു മാസ്റ്റർ, ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഒപ്പം തന്നെ ചാലഞ്ചേഴ്സ് ക്ലബ്ബ് കൂടി ചേരുന്നുണ്ട്. അവരാണ് നമുക്ക് ഈ ഒരു വലിയ മൊമെന്റ് ഇവിടെ സമ്മാനിച്ചത്. അപ്പൊ ഇനി ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട് നമ്മളൊരു സമ്മാനം, ഒരു സ്പെഷ്യൽ സമ്മാനം ഞങ്ങളുടെ ഒരു മിനിറ്റ് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആരാണ്? ഇത് വന്ന് പിടിച്ചു വാങ്ങണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തന്നെ പേര് പറയല്ലോ. അജീഷ്. അപ്പൊ നമ്മുടെ ഈ ക്ലബ്ബ്, ഈ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ചാലഞ്ചേഴ്സ് ഉണ്ട്. സാനു മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് കൂടിയാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കായിക ഉപകരണങ്ങൾ, അതിനുവേണ്ട എക്യുപ്മെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്പോർട്സ് ഉപകരണങ്ങൾ, അതുപോലെ മൊമെന്റോസ് എല്ലാം ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ് സുൽത്താൻ ബത്തേരിയിലുള്ള ബ്യൂട്ടി സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനം. നമ്മുടെ വിനായക ഹോസ്പിറ്റലിന് സമീപത്താണ്. നമ്മുടെ ഫ്രീ കിക്കിന്റെ മെയിൻ സ്പോൺസർമാരിൽ ഒരാൾ കൂടിയാണ്, കേരള അക്കാദമി ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഈ സ്പോർട്സ്, ബ്യൂട്ടി സ്പോർട്സ് നൽകുന്ന ഒരു ഫുട്ബോൾ ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ
നമ്മൾ നൽകുകയാണ്. ട്രയോണ്ട തന്നെയാണ്, ട്രയോണ്ടയുടെ പതിപ്പാണ്. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട അജീഷ് ഈ ക്ലബിന്റെ സെക്രട്ടറിക്ക് ഈ ബോൾ സമ്മാനമായി നൽകുകയാണ്. എല്ലാവർക്കും വേണ്ടി ബ്യൂട്ടി സമ്മാനം. തീർച്ചയായും ബ്യൂട്ടി സ്പോർട്സിനോടാണ് നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കായിക ഉപകരണങ്ങളും ലഭിക്കുന്ന സ്ഥലവും കൂടിയാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നല്ലൊരു സ്നേഹം നൽകിയതിന് ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. Co-powered by Manikam Designer Jewellery.